ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ. ഇന്നൊരു പുതിയ ഇലത്തോരനാണ്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. അറിയാത്തവർ ഒന്ന് കണ്ടോളുക. അപ്പോൾ ഈ ഇലയുടെ ഇത് വളരെ ഗുണമുള്ള ഒരു ഇലയാണ്, വളരെ ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ്. ഇതിൻ്റെ ഇലയും പൂവും എല്ലാം നമുക്ക് തോരൻ വെക്കാം. ഞാൻ നല്ലോണം വൃത്തിയായി കഴുകിയെടുത്ത് നല്ലോണം അതെല്ലാം ഇലയെല്ലാം നോക്കിയെടുത്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സവോള, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടുകൊണ്ടാണ് പിന്നെ എടുത്ത് കാണിക്കുന്നത്. പച്ചമുളക് രണ്ട് പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ നമുക്ക് പിന്നീട് ചേർക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കിത് പാചകം ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി മാറിക്കഴിയും, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ എണ്ണ മൂത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് കഴുകിയാണ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് കഴുകിയ ഉഴുന്ന് പരിപ്പാണ്. ഈ കൂടെ ജീരകം വേണമെങ്കിൽ ഇട്ട് മൂപ്പിക്കാം. ജീരകം ഇട്ടില്ല. ഇനി നമുക്ക് അത് മൂത്തപ്പോൾ ഈ ഇല ഇട്ട് കൊടുക്കാം. ഇലയും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളി കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ചക്ര മീഡിയ എന്ന് പേരൊക്കെ ഇട്ടെങ്കിലും കൂടുതലും കുക്കർ ഷോയാണ് ഇതിന് വിടുന്നത് കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ കാരണം. അപ്പോൾ കുറച്ച് തേങ്ങ തിരികിയത് കൂടി ഇട്ട് നമുക്ക് ഇളക്കി അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതുകൊണ്ട് ഇലയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ അടിയിൽ പിടിച്ച് കരിയാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ ആവിയിലത് വെന്ത് വരണം. ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അപ്ലോഡ് ആകുന്നില്ല. അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡിന് വേണ്ടിയിട്ട് പിന്നെയും ഞാനിത് ഡബ് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നിങ്ങളെ കാണിക്കാറില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇലയൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം. കാരണം മഞ്ഞൾപ്പൊടി ഇട്ടാൽ വിഷമൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ബീച്ചിൽ പോയപ്പോൾ കാണിച്ചില്ലേ ഈ ഇല തോരൻ വെക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്തായതുകൊണ്ട് വിഷമൊന്നുമില്ല, ഇതിൽ കാട്ടിൽ നിന്ന് എടുത്താണ്. അപ്പോൾ തകരയില എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട്, നല്ല രുചിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. സ്കിൻ ഡിസീസിനൊക്കെ ഒരുപാട് നല്ലൊരു ഇലയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അടുത്തടുത്ത് വീടാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ വീട്ടിലും പട്ടികളും കുട്ടികളും കോഴി അതുപോലെ തന്നെ കാക്ക ഇതെല്ലാം ഉണ്ട് ഈ പരിസരത്തെല്ലാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും. ഇതിൽ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ നിർബന്ധം പിടിച്ച കരച്ചിലൊക്കെ ഇതിനകത്ത് കേൾക്കാം. അതിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ. അപ്പോൾ അതേ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റിയായ ഈ ഗുണമുള്ള ഇല എവിടെ കിട്ടിയാലും കളയാതെ തോരൻ വെക്കണം, തോരൻ വെച്ച് നോക്കണം. കഴിച്ചാൽ പിന്നെ നിങ്ങൾ കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിത് സ്റ്റൗവൊക്കെ ഓഫാക്കി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ.